പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സമരം കൂടുതൽ ശക്തമാകുന്നു. അടിസ്ഥാന സൗകര്യം വേണമെന്നാവശ്യപ്പെട്ടാണ് കോളേജിന് മുന്നിൽ പന്തൽ കെട്ടി സമരം. ഈ മാസം 10-നുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്നിപ്പോൾ വിശദാംശങ്ങളുമായി. നിഖിൽ, എന്താണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യങ്ങൾ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഉന്മേഷ്, ഇത് 6ാം ദിനത്തിലാണ് അല്ലേ? 6ാം ദിനത്തിലെത്തിയിരിക്കുകയാണ് അവരുടെ പ്രതിഷേധം. ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ട് ഒരുപാട് പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഒരു വലിയ വഞ്ചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ ഇവിടെ പന്തൽ കെട്ടി മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കം ഇവരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഇത് താൽക്കാലിക ഒത്തുതീർപ്പിന്റെ പുറത്ത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങളെ കുറിച്ചറിയാം. വലിയ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ടെങ്കിലും അത് മതിയായ തരത്തിൽ പാലക്കാട്ടെ രോഗികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് അവർ എഴുതി വെച്ച ബാനറുകളൊക്കെ കാണാം. ഇലക്ഷന് വേണ്ടി IP തുടങ്ങി പ്രവർത്തനമില്ലാതെ അടച്ചുപൂട്ടി, അങ്ങനെ വാക്കുകൾക്ക് വിലയില്ലാത്ത വാഗ്ദാനങ്ങളെ വിശ്വസിക്കേണ്ടതുണ്ട് തുടങ്ങിയ വലിയ രീതിയിലുള്ള അവരുടെ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ? എന്താണ് ഇത്തരം ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചത്? ചേട്ടാ, ഞങ്ങളുടെ കോളേജ് 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഫാക്കൽറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള ഫാക്കൽറ്റീസൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ളവരാണ്. എന്നാൽ വേണ്ട വിധത്തിലുള്ള ഫാക്കൽറ്റീസോ അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് OT ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിന് വേണ്ടത്ത വിധത്തിലുള്ള സംവിധാനങ്ങളില്ല. ഞങ്ങളുടെ IP തുടങ്ങിയിട്ട് ആകെ 2 പേഷ്യൻസ് മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. അതുപോലെ തന്നെ OTയും ഇതുവരെ ഒരു കേസ് പോലും. ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം നഷ്ടമാകുന്നുള്ള ആശങ്ക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് ഫാക്കൽറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബെറ്റർ ഓപ്ഷൻസ് കിട്ടുമ്പോൾ അവരങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് പഠിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പോഷർ ഞങ്ങൾ DHൽ നിന്നാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മന്ത്രിയുമായിട്ടുള്ള ചർച്ച വരെ നടത്തിയിട്ടും ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകാതിരുന്നത്? അത് ഫാക്കൽറ്റീസിന് ഒരു പെർമനന്റ് ആയിട്ട് നമുക്കൊരു ഫാക്കൽറ്റീസ് വേണം. അതിനാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് സാറിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സമരം തുടരാൻ തന്നെ. ഉന്മേഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയും എത്രത്തോളം സൗകര്യങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത്രയധികം പണം മുടക്കി സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടും അത് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സമരം തുടരാൻ തന്നെയല്ലേ നിങ്ങളുടെ തീരുമാനം? അതെ, ഞങ്ങൾക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്നത്, അതായത് ഫാക്കൽറ്റീസിന്റെ ഒരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരും. നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പുകൾ എന്താണ്? നിലവിലിപ്പോൾ നമുക്ക് ജില്ലാ ആശുപത്രിയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് തുടരുന്നത്. അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയി കണ്ട് പഠിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ജനറൽ സർജറിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഞങ്ങൾക്ക് പെർമിഷൻ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കലക്ടറും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി സൂപ്രണ്ടൊക്കെ ആയിട്ട് സംസാരിച്ചതിൽ നിന്നും നമുക്ക് ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങൾ കൂട്ടിത്തരാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആശുപത്രി വരുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റൽ ഫുള്ളി ഫങ്ഷണൽ ആകുന്നതും നമ്മുടെ പെർമനന്റ് ആയിട്ട് ഫാക്കൽറ്റീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിലും ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം ആയിട്ടില്ല. ഓക്കെ ഉന്മേഷ്, നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല ഡോക്ടർമാരെയാണ്. അതായത് ഈ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് വരേണ്ടത് പൂർണ്ണമായി എല്ലാ തരത്തിലുമുള്ള പരിശീലനവും ലഭിച്ച ഡോക്ടർമാരെയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സൗകര്യമല്ല ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി നൽകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഭാവിയിലെ നമ്മളെ എല്ലാം പരിചരിക്കേണ്ടുന്ന ഡോക്ടർമാർക്ക് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരുടെ പ്രതിഷേധം ഇപ്പോഴും ഈ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ തുടരുകയാണ്. അതൊരു അനിശ്ചിതകാല സമരമാണ്. നേരത്തെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ മന്ത്രി രാധാകൃഷ്ണനും ഒക്കെ ഇവരുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് മതിയായിട്ടുള്ള അധ്യാപകർ നൽകണം, മതിയായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകണം, എങ്കിൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് അവരിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാട്. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മെഡിക്കൽ കോളേജിലാണ്. അവിടെ വിദ്യാർത്ഥികൾ സമരത്തിലാണ്.